ISROയുടെ EOS-09 ഉപഗ്രഹ വിക്ഷേപണ ദൗത്യം പരാജയപ്പെട്ടു. ദൗത്യത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലാണ് പ്രതിസന്ധി ഉണ്ടായത്. PSLV വിക്ഷേപണ ചരിത്രത്തിലെ 4ാമത്തെ പരാജയമാണിത്. ശ്രീഹരിക്കോട്ടിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ISROയുടെ 101ാം വിക്ഷേപണ ദൗത്യമാണ് നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു പോയത്. പരാജയ കാരണം ISRO വിശദമായി പഠിക്കുമെന്ന് അറിയുന്നു. Today we attempted a launch of PSLV C61 vehicle. The vehicle is a 4-stage vehicle. First 2 stages performed as expected, and during the 3rd stage, it's a solid motor system. We are seeing observation. The motor pressure, there was a fall in the chamber pressure of the motor case, and the mission could not be accomplished. We are studying the entire performance. We shall come back at the earliest. വിക്ഷേപണം നടന്ന ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുകയാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. റഹീസ്, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ ഇത്തരം പരാജയങ്ങൾ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ് താനും. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? മോർണിംഗ് SKN. ISROയുടെ പല വലിയ പ്രൊജക്റ്റുകളും ഇത്തരത്തിലുള്ള പരാജയങ്ങളിൽ നിന്നൊക്കെയാണ് ഉണ്ടായത്. അതുകൊണ്ട് ISROയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പാഠം മാത്രമാണ്. അടുത്ത വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമായി മാത്രം, അതിൻ്റെ ഒരു ചെറിയ തിരിച്ചടി എന്നുള്ള രീതിയിൽ മാത്രമാണ് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വിശ്വസ്തനായ കരുത്തനായ റോക്കറ്റ് ലോഞ്ചറാണ് ഈ PSLV. അതിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് 2 തവണ മാത്രമാണ് അതൊരു പൂർണ്ണ പരാജയമായി മാറിയിട്ടുള്ളത്. ആ ദൗത്യങ്ങൾ, ഒപ്പം തന്നെ ഒരു തവണ ഭാഗികമായൊരു പരാജയം നേരിട്ടു. വീണ്ടും PSLVയുടെ ഒരു പരാജയത്തിൽ നിന്നാണ് നമ്മളുടെ ദൗത്യം പാളുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളത്. കാരണം അത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള, അത്രമാത്രം നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്ന കരുത്തനായിട്ടുള്ള നമ്മുടെ റോക്കറ്റ് ലോഞ്ചറാണ്. പല വിദേശ സ്പേസ് ഏജൻസികളടക്കം നമ്മുടെ ഈ ലോഞ്ചറിനെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ സേവനം തേടിക്കൊണ്ട് നമ്മളിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു പരാജയം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ഇതിൻ്റെ കാരണമായി ISRO ചെയർമാൻ അല്പസമയം മുമ്പ് പറഞ്ഞത് മോട്ടോർ കേസിൻ്റെ ചേംബർ പ്രഷർ കുറഞ്ഞു എന്നുള്ളതാണ്. കാരണം ഈ EOSനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പിന്നീട് നൽകാം. പക്ഷേ ഈ EOS അതിൻ്റെ ലോഞ്ചിങ് കൃത്യമായി PSLV C61-ൽ 5:59 നടക്കുന്നുണ്ട്. അത് ഏതാണ്ട് 6:16 ഉള്ളിൽ തന്നെ, ഒരു 17-18 മിനിറ്റ് കൊണ്ട് തന്നെ കൃത്യമായി വിക്ഷേപണം നടക്കും എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. ISRO അത് കൃത്യമായി പ്രതീക്ഷിച്ചതുമാണ്. അങ്ങനെ ഒരു 13 മിനിറ്റ് വരെ കാര്യങ്ങളൊക്കെയും കൺട്രോളിൽ തന്നെ ആയിരുന്നു. ആദ്യ 2 ഘട്ടത്തിലും 3ാം ഘട്ടത്തിൻ്റെ തുടക്കത്തിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സ്പീഡും കൺട്രോളും ആക്യുറസിയും എല്ലാം കൃത്യം തന്നെയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് 3ാം ഘട്ടത്തിൻ്റെ പകുതിക്ക് വെച്ച് ഇത്തരത്തിലൊരു സാങ്കേതിക തകരാറുണ്ടാവുകയും ഒപ്പം തന്നെ ഈ ലോഞ്ചർ കത്തിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. നമുക്ക് ആ ഉപഗ്രഹം നഷ്ടപ്പെടുക കൂടി ചെയ്തു. ആ ഉപഗ്രഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഉപഗ്രഹമാണ്. കാരണം അത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഒരു ചാര ഉപഗ്രഹമായൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ അത് പല തരത്തിലുള്ള രാജ്യസുരക്ഷ മുതൽ ഇങ്ങോട്ട് ടൗൺ പ്ലാനിങ് വരെയുള്ള എന്തിനും കഴിയുന്ന അത്യാധുനികമായിട്ടുള്ളൊരു ഉപഗ്രഹമാണ് നമ്മളുടെ വിശ്വസ്തൻ, നമ്മളുടെ കരുത്തനായിട്ടുള്ള PSLVയിൽ കയറ്റി അയച്ചത്. പക്ഷേ അത് 13 മിനിറ്റിൻ്റെ മാത്രം ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഭ്രമണപഥത്തിൽ എത്താൻ ഏതാണ്ട് ഒരു 5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയാണ് അത് കത്തി അമരുകയും ചെയ്തത്. അതൊരു റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. കാരണം എത്ര പ്രതികൂല സാഹചര്യത്തിലും, എത്ര കണ്ട മൂടൽ മഞ്ഞുണ്ടെങ്കിലും, എത്ര തന്നെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും അതിനൊക്കെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഇമേജിംഗ് നൽകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നമുക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉപഗ്രഹമാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അത് ഈ ഘട്ടത്തിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണം, അത് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നതിലടക്കമൊക്കെ ISROയുടെ പങ്ക് ഒരുപാട് വലുതാണ്. കാരണം 10 ഉപഗ്രഹമാണ് രാത്രിയും പകലും ഒക്കെയായി ഇത്തരത്തിൽ നമ്മുടെ സേനയ്ക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്, ചിത്രങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത്തരത്തിൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒന്നുകൂടി ഇന്ത്യ പരീക്ഷിക്കാൻ നിൽക്കുന്ന ഘട്ടത്തിൽ രാജ്യസുരക്ഷയെ അടക്കം ബാധിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ ഒരു സേഫ്റ്റി കൂട്ടുന്ന ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു വിക്ഷേപണത്തിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അത് ISROയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണ്. അത് പഠിക്കും എന്നുള്ള കാര്യം ഉറപ്പുകൂടിയാണ്. അങ്ങനെ ആ ഉപഗ്രഹം നഷ്ടമായിരിക്കുന്നു. ഇനി എന്തായാലും മറ്റൊരു പ്രൊജക്റ്റുമായി ഉടൻ തന്നെ മുന്നോട്ട് വരുമെന്ന്
ഡോക്ടർ വി നാരായണൻ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ കാരണമായും ഈ സാങ്കേതിക പ്രശ്നമാണ് ഉണ്ടായത്, മൂന്നാം ഘട്ടത്തിലുണ്ടായ ഈ പ്രശ്നമാണ് എന്ന് പറയപ്പെടുന്നുമുണ്ട്. അങ്ങനെ അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകി പുതിയ പ്രൊജക്റ്റുമായി തിരിച്ചു വരുമെന്ന് ഉറപ്പ് നൽകിയിട്ട് എന്തായാലും ISROയെ സംബന്ധിച്ചിടത്തോളം, ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ സങ്കടപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം 101ാമത്തെ ലോഞ്ചായിരുന്നു. ഇവിടെ ഇപ്പോൾ അത്യാഹ്ലാദപൂർവ്വം കയ്യടികൾ ഉയരേണ്ട, കരഘോഷം ഉയരേണ്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ ആരുമില്ലാത്ത നിലയിലേക്ക് ഏതാണ്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരാജയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇതിൽ നിന്നൊക്കെ പാഠം പഠിച്ച് ഇതിലും വലിയ പ്രൊജക്റ്റുമായി ISRO എത്തുമെന്നുള്ള കാര്യത്തിലും ഉറപ്പ് തന്നെയാണ് SKN. ഓക്കെ, മുഹമ്മദ് റയീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ISROയുടെ US09 ഉപഗ്രഹ വിക്ഷേപണ ദൗത്യം പരാജയപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്തയാണ് ഇന്ന് രാവിലെ വന്ന് 5:59 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഭൗമനിരീക്ഷണ ഉപഗ്രഹം കുതിച്ചുയർന്നത്. ISROയുടെ 101ാമത്തെ വിക്ഷേപണമായിരുന്നു ഇത്. എന്തായാലും ഒരുപാട് പ്രതീക്ഷകൾ, ഒരു ചാര ഉപഗ്രഹം എന്നുകൂടി പറയാവുന്ന ഒരു വിക്ഷേപണമായിരുന്നു നടന്നത്. വിജയിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാനെ പോലെ ശത്രു രാജ്യങ്ങളുടെ നീക്കങ്ങളെ മുഴുവൻ നിരീക്ഷിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ ISRO കൂടുതൽ ശാസ്ത്രീയ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്.